വെള്ളക്കടലല കണക്കെ ഹാജിമാർ മിനായിലേക്ക്. മരുഭൂചൂടിന്റെ കാഠിന്യത്തെ പോലും വകഞ്ഞു മാറ്റി തക്ബീർ നാദങ്ങളോടെ ഹാജിമാർ വ്യാഴാഴ്ച ഉച്ച മുതൽ അറഫായിൽ രാപ്പാർക്കും. രണ്ടാമതും വിമാനയന്ത്ര തകരാർ കാരണം തിരിച്ചിറക്കിയപ്പോൾ ഇനി ആമീറില്ലാതെ ഈ വിമാനം ഞാൻ പറത്തില്ല എന്ന് പറഞ്ഞ് ആ വിമാനത്തിന്റെ പൈലറ്റ് കയ്യും പിടിച്ച് രാജാവിനെ പോലെ കൊണ്ടുപോയ ലിബിയക്കാരനായ ആമീർ മുതൽ 109 വയസ്സ് പ്രായമായ ഇന്തോനേഷ്യയിലെ സുംബൂക്ക് മുത്തശ്ശി വരെ ഒരേ നാദത്തോടെ, ഒരേ മണ്ണിൽ, ഒരേ സ്വരത്തിൽ, ഒരേ വേഷത്തിൽ ഒരുമിക്കുന്നൊരു സുന്ദര നിമിഷം. ലോകത്തിലെ 160 രാജ്യങ്ങളിൽ നിന്നും 15 ലക്ഷത്തിലധികം ആളുകളാണ് ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കൂളിംഗ് സിസ്റ്റം ഒരുക്കിയാണ് സൗദി ഹാജിമാരെ വരവേൽക്കുന്നതും. ഹാജിമാർക്കായുള്ള ഏകദേശം 1.5 കോടിക്കടുത്ത് ഭക്ഷണം തയ്യാറാക്കാനായി 350 വൻകിട കമ്പനികളെയാണ് ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി AI ഡ്രോണുകളും 1,00,000-ഓളം സുരക്ഷാ സേനയും വോളണ്ടിയേഴ്സും. പകലന്തിയോളം അറഫായിൽ രാപ്പാർക്കുന്ന ഹാജിമാർ മുസ്ദലിഫയിലേക്ക് നീങ്ങും. വെള്ളിയാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ. ഏവർക്കും ഗൾഫ് റീറ്റിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ.